ഇത് യാർ ഇത് രണ്ടുപേർ? സന്തോഷ് എങ്ങനെയുണ്ട്? എന്റെ ഇട സൈഡ് ബംഗാൾ ഉൾക്കടലും വല സൈഡ് ഇന്ത്യൻ മഹാസമുദ്രം കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ധനുഷ്കോടി. 1964 ചെറിയൊരു ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും കൊണ്ട് ഒരു പ്രേത നഗരമായ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ ഇന്ത്യയുടെ എങ്ങേയറ്റം അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കുറെ കാണാൻ ആഗ്രഹിച്ചൊരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ധനുഷ്കോടിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? പക്ഷെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഇതാണ് റെയിൽവേ പ്ലാറ്റ്ഫോം. ഇതായിരിക്കല്ലേ? ഈ ഭാഗത്തായിരിക്കല്ലേ സ്റ്റേഷന്റെ ട്രെയിൻ വരുന്ന പാളം ഇതായിരിക്കണം. ഇനി അമ്മ അങ്ങോട്ട് പോകുമ്പം ഒരു കുറെ ഭാഗങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ച് കിടക്കുന്ന ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകൾ കാണാൻ കഴിയും, പള്ളികൾ കാണാൻ കഴിയും, റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. പാളമൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അതൊക്കെ നശിച്ച് മണ്ണടി പോയി കാണും. കാരണം ഇവിടെ മണൽക്കാറ്റ് ഭയങ്കരമാണ് കേട്ടോ. നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രത്തിനായാലും ബംഗാൾ ഉൾക്കടലിനായാലും എപ്പോഴും നല്ല ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സൈഡും കടലാണ്, ഈ സൈഡും കടലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ദാണ്ടെ അക്ക കടയിലോട്ട് കേറുവാണ്. ഇവിടെ അക്ക ഇറുക്ക ഹിന്ദി தெரியாது, இது இங்கிலீஷும் தெரியாது, ஒன்லி தமிழ். பாலை மீனே அவங்க என்னன்னு சொல்லுவாங்க. இது அது தெரியாது മലയാളത്തിൽ. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മീൻ എന്ത് അതിന്റെ പേരെന്താ അറിയെങ്കിൽ പറയൂ കേട്ടോ. ശരി. அதுல உள்ள பீஸ் இது ரைஸ்க்கு ஒண்ணு வந்துரும். இது சங்கரா. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അടിപൊളി ഒരു വാക്കാണ്. യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. എന്താണെന്ന് അറിയോ? നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ മാറ്റാൻ പറ്റത്തില്ല, നമ്മുടെ ഹാബിറ്റ്സ് മാറ്റിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്യൂച്ചർ തന്നെ ചേഞ്ച് ആയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ശംഖ് കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കും. ശംഖ് കട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടുള്ള പേന. ഇതെന്ത് പറയുന്നത്? ഇത് പേനയല്ലേ ഈ കാണുന്നത്? അപ്പൊ കൂട്ടുകാർ കമന്റ് ഷെയർ ചെയ്തോ. 1 2 3 ഗോൾഡ് കോയിലാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. ബിനീഷ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് അറിയോ? എവിടാ? പാമ്പൻ പാലം. എന്റെ ഇട സൈഡ് ബംഗാൾ ഉൾക്കടലും വല സൈഡ് ഇന്ത്യൻ മഹാസമുദ്രം കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ധനുഷ്കോടി. 1964 ചെറിയൊരു ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും കൊണ്ട് ഒരു പ്രേത നഗരമായ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. കേട്ടപ്പോ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞു, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അവിടെ പോയി കാണാനായിട്ട്. ഇതിപ്പോ ഞാൻ സത്യം പറയുമ്പോ ഞാൻ നെട്ടി. ഇതിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് കടലാണെന്ന് പറഞ്ഞപ്പോ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പുറം ബംഗാൾ ഉൾക്കടലില് ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. ഈ ബംഗാൾ ഉൾക്കടലിന്റെ പ്രത്യേകത ഉണ്ട്, എപ്പോഴും സൈലന്റ് ആയിരിക്കും, അനക്കമൊന്നും കാണത്തില്ല വെള്ളത്തിന്. പക്ഷെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര തിരമാല കൊണ്ട് ശക്തമായ ഒരു കടലിടുക്കാണ് കേട്ടോ. അന്നേരം ആ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അന്ന് 1964 കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് തെറ്റുണ്ടെങ്കിൽ പറയാം കേട്ടോ. അന്നുണ്ടായ ചുഴലിക്കാറ്റിൽ ഒരു നഗരം, ഒരു പട്ടണമായിരുന്ന അതിപ്പോൾ ഒരു പ്രേത നഗരമായിരിക്കുവാണ്. അവിടെ ചെന്ന് പള്ളികൾ കാണാൻ പറ്റും, റെയിൽവേ സ്റ്റേഷൻ, അമ്പലങ്ങൾ എക്സെട്ര, എന്തെല്ലാം അതല്ല ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ പറ്റും. പക്ഷെ എല്ലാം നശിച്ചു കിടക്കുവാണ്. അന്നേരം ആ ഒരു കാഴ്ച അവിടെ ആൾ താമസമൊന്നുമില്ല. അവിടെ താമസിക്കാൻ കൊള്ളില്ല ആ സ്ഥലം. എപ്പോഴും ഇങ്ങനെ ചുഴലിക്കാറ്റടിക്കുന്ന സ്ഥലമാണ്. ചുഴലിക്കാറ്റടിക്കും എന്നൊരു പ്രതീക്ഷയോടെ അന്ന് അടിച്ച് കാറ്റ് ഇപ്പോഴും അതിന്റെ ഒരു എഫക്ട് ഇപ്പോഴും ഉണ്ട് അവിടെ. അന്നേരം ആ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നിട്ട് തുടങ്ങിയാലോ? ഓക്കെ, ക്യാമറമാനെ അന്നേരം ക്യാമറ പിടിച്ചോ. എല്ലാവരും ഇറങ്ങി കാണുന്നു, നമുക്ക് ഇറങ്ങാം, ഇറങ്ങി കാണാം. വാ, നമുക്കേ അവിടെ ഷട്ടർ ഉണ്ട്, ഒരു പാലം അവിടെ ഇല്ല കാണുന്നുണ്ടോ? ഇല്ല, അങ്ങ് ഏറ്റവും കാണുന്നുണ്ട് ഇടത്തേടി. അതെന്ന് പറഞ്ഞാൽ കപ്പല് പോകുമ്പം ആ പാലം റെയിൽവേ പാലമാണ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ആ കാണുന്നത്, നമുക്ക് അവിടെ ഇറങ്ങാം. എങ്ങനെയുണ്ട്? ഇതാണ് ആ പാലം, കണ്ടോ? ഇത് പഴയ പാലം, തൊട്ടപ്പുറത്തുള്ള പുതിയ പാലം. ഈ പാലങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ആവും. കാരണം കപ്പൽച്ചാല ആ കാണുന്ന നടുക്കൂടെ കാണുന്നത്. അതിലെ കപ്പൽ പോകുമ്പോൾ രണ്ടും ഈ പാലങ്ങൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകും. അങ്ങനെയാണ് കപ്പൽ പോകുന്നത്. അതൊക്കെ ഒരു വലിയൊരു കാഴ്ചയാണ് കേട്ടോ. എങ്ങനെയുണ്ട്?
അടിപൊളി ബോട്ട് എടുക്കുന്ന നോക്കേ. എന്തോരം പെട്ടാ, ഞാനാണ് അവിടെ വെച്ച് പറയുക ചെയ്തു ഒരു ബോട്ട് പോലും കട്ടില്ലെന്ന്. ഏതോ അങ്ങ് ഏറ്റവും ധനുഷ്കോടി ഇതോ ഇല്ല കാണുന്നുണ്ടോ ഒരു ചെറിയ പോയിന്റ് പോലെ. ഞാൻ കാണിച്ചുതരാ. എടാ പോയേക്കുന്നുണ്ടോ? ഓ വരാണെന്നോ, അതാണ് ധനുഷ്കോടി. ഇങ്ങനെ വരാം കേട്ടോ. ഇവിടൊക്കെ ഭയങ്കര ആഴമായിരിക്കും അല്ലേ? ഇങ്ങനെ ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കും. അത് ഈ അങ്ങോട്ടുള്ള കാഴ്ചയൊക്കെ വിസിബിൾ ഒന്നും കാണാൻ കയറി ഒരു മൂടൽ മഞ്ഞ് പോലെ കിടക്കുവാണ്, നമുക്ക് ഒട്ടൊന്നും കാണാൻ വയ്യ. പക്ഷെ ഈ ബോട്ടിൽ കിടക്കുന്ന നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇതിനകത്ത് എല്ലാ ആൾക്കാരുണ്ട്, എല്ലാത്തിലും ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ സിനിമയിലൊക്കെ ഇങ്ങനെ കാഴ്ചകളാണ് കേട്ടോ. എല്ലാം നങ്കൂരിട്ട് അവിടെ നിൽക്കുക. ഇതിപ്പോ കടലിന്റെ നടുക്ക് പോർഷൻ വല്ലതും ആണോ? നടുക്കൊന്നുമല്ല കടൽ, ഇത് കരയാ. ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടില്ലേ. നമുക്ക് നേരെ യാത്ര തുടങ്ങല്ലേ? ഓക്കെ ബാ. നമ്മളെ കുട്ടാപ്പി അവിടെ കിടക്കുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ വണ്ടി. അങ്ങനെ നമ്മള് എന്താ പറയുന്നത് അല്ലേ, പാലം കേറി ഇറങ്ങാൻ പോവുകയാണ്. സത്യം പറഞ്ഞ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് കാണാനായിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. നോക്കി ഇവിടെ എല്ലാം ഉണ്ട്. എന്തോ ഉണ്ട്? കടല്. പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് പാലം തീർന്നോ? അങ്ങനെ പാലം കഴിഞ്ഞു. നമ്മളെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്നുണ്ടില്ലായിരുന്നോ? എന്തുവാ? കടലും പിന്നെ ധനുഷ്കോടി ഞാൻ പറഞ്ഞപ്പോഴാണ് നീ അറിഞ്ഞത്. അതെ ഞാനത് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഞാൻ ആദ്യം എനിക്കത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു കാണിക്കുന്ന അത്രയും കപ്പലല്ലല്ലോ, ബോട്ടല്ലേ, ഫിഷിംഗ് ബോട്ടായിരിക്കും. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കില്ല ഭയങ്കര ഇത് തോന്നിയത് എന്താ പറയാ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ കീറി മുറിച്ച് ഇങ്ങനെ വരുന്നതാണ് അല്ലേ. അത് നല്ല ഒരു ഇതായിരുന്നു. ഭയങ്കര ആഴം വന്നു. നൂലോ എന്നെ വല്ല വടവും കെട്ടി നിർത്തേണ്ടി വന്നേനെ. എനിക്കത് പേടിയായിരുന്നു, ഞാൻ പറന്നു പോകുന്നത്. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അയ്യോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എക്സ്പീരിയൻസ്. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരു വട്ടം വന്നതുകൊണ്ട് അത്രയും അറിയായിരുന്നു അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻജോയ് ചെയ്തു. പണ്ട് ശ്രീരാമൻ ലങ്കയിലോട്ട് പോകാൻ വേണ്ടി അന്ന് ഒരു പാലം പണിഞ്ഞായിരുന്നു, രാമസേതു പാലം അങ്ങനെ പറയുന്നത്. ആ പാലം നിർമ്മിച്ച പ്രത്യേകതര ഒരു കല്ല് കൊണ്ടാണ്. കല്ലെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമെന്നാണ് പറയുന്നത്. ആ കല്ല് ഇവിടെ ഏതൊരു അമ്പലത്തിലുണ്ട്. അത് പറ്റുമെങ്കിൽ പോയി കാണാൻ പറ്റും. അത് ഇപ്പോൾ ഒരു കിണറ്റിലോ വെള്ളത്തിലോ പാത്രത്തിലോ അങ്ങനെ ഇരിക്കുവാണ്. അതിന്റെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും എപ്പോഴും. അത് കാണാൻ കഴിയും. നമ്മളെ ഇന്ത്യയുടെ ഭൂപടം എടുക്കുവാണെങ്കിൽ ശ്രീലങ്കയും ഈ പിന്നെ ആ കല്ലെടുത്ത് മാറ്റിയത് അവിടുന്ന് ബാക്കിയുള്ളവർക്ക് കാണണ്ടായിരുന്നോ? അല്ല, ഇതെല്ലാം ഒരു ഐതിഹ്യമാണ്. ഇത് അങ്ങനെ അല്ല, ഞാൻ കഴിച്ചിട്ടെ പുള്ളി കടല് മുറിച്ച് കടക്കാനല്ലേ അത് എടുത്തത്, അത് വെച്ചത്. അവിടുന്ന് ആരാ പോയി എടുത്തോണ്ട് വന്നത്? ആയിരക്കണക്ക് പട്ടാളം, ആർമികൾ മീൻസ് മറ്റേ എന്തോ പറയുന്നത്, ഹനുമാന്റെ കൂടെ പോയില്ലേ? ആരാ പോയത്? സുഗ്രീവന്റെ കൂടെ പോയ ആരാ? സുഗ്രീവനല്ലേ? എനിക്കിതൊന്നും അറിയാൻ പാടില്ല. ഹനുമാൻ സുഗ്രീവനൊക്കെ ഇല്ലേ? അവരെ കൂട്ടുകാരൊക്കെ അല്ലേ യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രീലങ്കയിലോട്ട് പോകുന്നത്, രാവണനെ തോപ്പിക്കാൻ വേണ്ടി. അത്രയും ആൾക്കാർക്ക് പോകാൻ വേണ്ടി പണിഞ്ഞ പാലമാണ്. ഭയങ്കര വലിയ പാലമല്ലേ? അന്നേരം നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഈ ധനുഷ്കോടിന്ന് തൊട്ട് അങ്ങ് ശ്രീലങ്ക വരെ പണിയണമെങ്കിൽ ഒരുപാട് പാറ വേണ്ടേ? അതിലൊരു പാറയായിരിക്കും നീ ആരും എടുത്തോണ്ടിട്ടേ. ഞങ്ങൾ ഈ പറയുന്ന എല്ലാം മണ്ടത്തരങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന ധനുഷ്കോടിന്ന് ഈ ശ്രീലങ്കയിലോട്ടുള്ള ആ ഒരു പാലം നമ്മൾ ഇന്ത്യയുടെ ഭൂപടം എടുക്കുമ്പോഴേ കാണാൻ കഴിയും. ഇങ്ങനെ വര പോലെ കിടപ്പുണ്ട്. അവിടെ നമുക്ക് പോകാൻ പറ്റുമോ? എവിടെ? അങ്ങോട്ട്. പണ്ട് ശ്രീലങ്കയിലോട്ട് സ്ഥിരമായിട്ട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അവിടെ വന്ന് നമ്മള് ട്രെയിൻ മുഖേന വന്ന് ഈ പറയുന്ന ധനുഷ്കോടി വരും. ധനുഷ്കോടി വന്നിട്ട് അവിടെ നിന്ന് ബോട്ടിലോ കപ്പലിലോ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 27-28 കിലോമീറ്റർ കണ്ടേ ഉള്ളു ദൂരം. നമ്മൾ ഇനി പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ ആ ഇന്ത്യയിൽ നിന്നും ധനുഷ്കോടിയില്ല ശ്രീലങ്കയിലോട്ട് പോകാനുള്ള ദൂരം. അന്ന് ചെറിയൊരു പട്ടണമായിരുന്നു, എല്ലാം കിട്ടുന്ന ഒരു പട്ടണമായിരുന്നു ഈ പറയുന്ന ധനുഷ്കോടി. അതൊരു നിമിഷം കൊണ്ടുവന്ന ഒരു കൊടുങ്കാറ്റ്. അത് ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് വന്നത്. സൈലന്റ് ആയി കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിൽ. ആരെ കോള് വിളിക്കുന്നല്ലേ? അത് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മള്
രാമേശ്വരം എത്തി അല്ലേ? അതെ അതെ രാമേശ്വരം എത്തി. രാമേശ്വരം എത്തി. കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമ്മള് അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ അല്ലേ. പക്ഷെ ഇവിടെ കാറ്റ് കുറവാട്ടോ. നമ്മള് വന്ന വഴിക്ക് ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പൊ കാറ്റ് കുറവ്. ഈ പോകുന്ന വണ്ടി രാവിലെ ഞാൻ കണ്ടായിരുന്നു. ആണോ? ഇവരിങ്ങോട്ടായിരുന്നല്ലേ? നമ്മൾ ആ സ്റ്റേ ചെയ്ത പമ്പിലാണ് അവര് പെട്രോൾ അടിച്ചത്. പിന്നെ എത്തി നമ്മളില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി 19 കിലോമീറ്റർ ഉണ്ടല്ലേ. നമ്മളാ പോകുന്ന വഴിയാണ് കേട്ടോ. വന്നപ്പോ കുറച്ച് ധനുഷ്കോടിയിലോട്ടോ പോവാ. അതെ, ധനുഷ്കോടി. അപ്പൊ കൂട്ടുകാർ കമന്റ് ഷെയർ ചെയ്ത 1 അല്ല 2 അല്ല 3 ഗോൾഡ് കോയിലാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. കൊടുക്കും. ഓക്കെ, നമ്മളെ വീഡിയോയുടെ അവസാനം നമ്മൾ ഈ യാത്രയുടെ അവസാനമായിരിക്കും ഈ ഗോൾഡ് കോയിൻ കൊടുക്കാൻ പോകുന്നല്ലേ. അതെ, ലാസ്റ്റ് ദിവസമായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, ഈ സാധനമൊക്കെ നീ ഉപയോഗിക്കുന്നുണ്ടോ? ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. റിസൾട്ട് ഉണ്ടോ? ഇതെന്തോ ഐറ്റം? ഇത് മരിയാസിന്റെ ഇതാ. അതല്ല ഞാൻ പറഞ്ഞ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇത് മരിയാസിന്റെ റോസ്മേരി വാട്ടർ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടല്ലോ അവരുടെ. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തീരാറായി. അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. പിന്നെ അതാണ്ട് നമ്മൾ കഴിഞ്ഞ ട്രിപ്പൊക്കെ വന്നപ്പോൾ ഒരുപാട് വിഷമിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരമില്ലായ്മയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തി അയച്ചതായി. ഇതിനകത്ത് കുറവായില്ല ഇപ്പൊ. തീരാറായി. ഇത് അവരുടെ ഷാമ്പു കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് തന്ന സാധനം. ഓക്കെ, ഇതെന്തോ ചവനപ്രാവശ്യം ഇതൊക്കെ കഴിക്കുന്നുണ്ടോ? ഇത് ഞാൻ കഴിക്കുന്നു. ഇത് നിന്റെ വിഷമം കണ്ട് അവര് തന്നെയാട്ടോ. കാരണം ഇവർ ആരോഗ്യം കണ്ടിട്ട് അങ്ങനെ കൊടുത്തതാണ് ഈ ഐറ്റം. ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്താണ് ഈ ഐറ്റങ്ങളെ. കാരണം ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയാണ് എടുത്ത്. ഓക്കെ, പിന്നെ ഈ 3 ഗോൾഡ് കോയിൻ എങ്ങനെ സ്വന്തമാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ലൈവ് വന്നപ്പോഴേ ഒരു ചേട്ടൻ ഞങ്ങളെ കൂടെ നല്ല കട്ടയ്ക്ക് സംസാരിക്കും. കാരണം ഈ പൊട്ടിക്കാളിക്ക് എന്തുവാ എനിക്ക് കറി വെക്കാൻ അപ്പൊ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അപ്പൊ ആ ചേട്ടനാണെങ്കിൽ പറഞ്ഞു അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എത്ര അളവിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തന്നിട്ട് അല്ലേ. അതെ, അങ്ങനെ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു 3 പേർക്കായിരിക്കും ഈ സമ്മാനം. നമ്മൾ ഒരുപാട് പേര് കൂടെ നിൽക്കുമായിരിക്കും. കാരണം നമ്മുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അങ്ങനെ നിൽക്കുന്ന 3 പേർക്കായിരിക്കും ഈ 3 ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിൽ നമ്മളോട് പറയാം അല്ലേ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മൾ അവിടെ പോയി കണ്ട് കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിച്ചു. അതെ, ഈ യാത്ര ഞങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആരാ അവർക്കായിരിക്കും ഈ 3 സമ്മാനം കൊടുക്കുന്നത്. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിരിക്കണം. ഞങ്ങളെ നല്ല അടിപൊളി ഒരു കൂട്ടുകാരായിരിക്കണം അല്ലേ. അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കുന്നത്. പിന്നെ മരിയാസിന്റെ അടിപൊളി ഒരു ഹെയർ ഓയിൽ ഞങ്ങൾ ഇന്ന് സമ്മാനം കൊടുക്കാൻ പോകുന്നതാണ് ഇല്ലേ. മരിയാസ് ഒരു ഇന്റർനാഷണൽ ഒരു ബ്രാൻഡ് ആണ്. അവിടെ ഹെയർ ലോസ് വന്നാൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു പറ. ഇത് നമ്മൾ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ എണ്ണ പോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഓയിൽ ആണ്. നമ്മളുടെ ഹെയർ ഫോൾ നന്നായിട്ട് കുറയ്ക്കും. നന്നായിട്ട് കുറയ്ക്കും പറഞ്ഞാൽ നന്നായിട്ട് കുറച്ചിട്ട് നല്ല കരുത്തുള്ള മുടി. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെ എല്ലാം നല്ല ഹെയർ ഇപ്പൊ കിളുത്ത് വരുന്നുണ്ട്. ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. പിന്നെ എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണ്. അന്നേരം ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഞരക്കെടുപ്പിലൂടെ ഈ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇല്ലേ? കൊടുക്കൂല്ലേ? കൊടുക്കും, തന്നിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ധനുഷ്കോടി വന്നിരിക്കും അല്ലേ. അതെ, ധനുഷ്കോടി വന്നിരിക്കുവാണ്. നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോകുമ്പോഴേ ഞാൻ പറഞ്ഞ അപ്പുറവും ഇപ്പുറം കടലും 2 സൈഡും കടലാണ്. അതിന് നടുക്കൂടാണ് ഈ പാത വരുന്നത്. ഈ പാതയുടെ 2 ഇരു സൈഡിലുണ്ടല്ലേ ഒരുപാട് കടൽ കാണാൻ കഴിയും കേട്ടോ. ആ കടയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താണ് അറിയണ്ടേ? നമ്മുടെ കടൽ മത്സ്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. അത് ഫ്രൈ ആയിട്ടും കറി ആയിട്ടും എല്ലാം. നമ്മൾ 100-120 കണ്ട് മാത്രമേ ഉള്ളൂ ഒരു കറിക്കും അല്ലെങ്കിൽ ഒരു ഫ്രൈയും ആ ചോറിനും കൂടെ. അത് കഴിക്കാൻ ഒരുപാട് പേരിവിടെ വരുന്നുണ്ട്. ഒരുപാട് മലയാളികൾ ഇവിടെ വരുന്നുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണില്ല, അങ്ങനെ ഒരു സ്പെഷ്യൽ സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ കണ്ട അപ്പുറം ഇപ്പുറം എല്ലാം ചെറിയ ചെറിയ കടകൾ കാണാൻ കഴിയും. ഈ കടകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫുഡും കാണും. ചെന്നാൽ ഏത് സമയം ചെന്നാൽ കാണും കേട്ടോ. വൈകുന്നേരം ഒരു 4 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 4 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കയറ്റി വിടത്തില്ല. അന്നേരം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 4-5 മണിക്ക് തിരിച്ചിറങ്ങി പോകുന്ന രീതിയിൽ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വരണം കേട്ടോ. അപ്പുറം ഇപ്പുറം എല്ലാം കടയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ കയറി കഴിക്കണം കേട്ടോ. വിനീഷേ, അപ്പുറത്ത് കാണിച്ച കട കണ്ടോ, ഇവിടെ കടയുണ്ടോ. കൂന്തൽ കിട്ടും, പലതരത്തിലുള്ള മത്സ്യങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇതാണ് ഇത് ലൈറ്റ് ഹൗസ് ഉണ്ട്. ധനുഷ്കോടിയിൽ ലൈറ്റ് ഹൗസ് ആണ്. കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഇത് ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. ഒരുപാട് പേര് വന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് പോകാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഒരു സമയത്താണ് ഒരു ചുഴലിക്കാറ്റ് വന്ന് ഇവിടെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ഒരു പ്രേത നഗരമാക്കി മാറ്റി കളഞ്ഞത്. അന്നേരം ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് കേട്ടോ.
അങ്ങോട്ട് കുറച്ചുകൂടെ ചെല്ലുമ്പോൾ ധനുഷ്കോടിയായി. ആ ഭാഗത്തുനിന്നും ആൾക്കാർക്ക് നമുക്ക് വീട് ടെന്റ് അടിച്ചോ അല്ലെങ്കിൽ ഒന്നും കിടക്കാൻ പറ്റില്ല. ഇവിടെ ബിൽഡിങ്സ് ഒന്നും കാണാൻ, കോൺക്രീറ്റ് ബിൽഡിങ്സ് ഒന്നും കാണാൻ കഴിയില്ല. കാരണം ഇവിടെ നിയമപരമായിട്ട് ഇവിടെ വീട് വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് മണൽക്കൂനകളും പഴയ പള്ളികളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പം ഒരു കുറേ ഭാഗങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ച് കിടക്കുന്ന, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകൾ കാണാൻ കഴിയും, പള്ളികൾ കാണാൻ കഴിയും, റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. പാളമൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ, അതൊക്കെ നശിച്ച് മണ്ണടി പോയി കാണും. കാരണം ഇവിടെ മണൽക്കാറ്റ് ഭയങ്കരമാണ് കേട്ടോ. നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രത്തിനായാലും ബംഗാൾ ഉൾക്കടലിനായാലും എപ്പോഴും നല്ല ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ബംഗാൾ ഉൾക്കടൽ എപ്പോഴും ശാന്തമായിരിക്കും. പക്ഷേ ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് ആ ഒരു രാത്രി എന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് 1-2 മണിക്കും കണ്ടാണ് ഈ കൊടുങ്കാറ്റടിക്കുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നായിരുന്നു ഈ കൊടുങ്കാറ്റടിച്ച് കയറി ഈ സ്ഥലത്ത് നശിപ്പിച്ച് കളയുകയും ചെയ്തത് കേട്ടോ. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ അവിടെ നിന്നല്ല ഈ ചുഴലിക്കാറ്റൊന്നും വന്നത്. അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ. കഥയെന്നാണ് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. 64 തോന്നുന്നു ഗൂഗിൾ കയറി നോക്കണമെന്ന് കേട്ടോ. 1964. ജസ്റ്റ് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് കമന്റ് ചെയ്യാൻ മറക്കട്ടെ. കാരണം അറിയുന്നവർ കമന്റ് ചെയ്യുക കേട്ടോ. കേട്ടോ ഇവിടെ മത്സ്യങ്ങളുണ്ടോ, ഇവിടെ ഫിഷിങ്ങിന് പോയിട്ട് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് വല്ല വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ടൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. വൈഡ് ആയില്ല, ഒരു വലിയ ചന്ത പോലെ അല്ലെങ്കിൽ നമ്മളെ അവിടെയൊക്കെ വലിയൊരു ചന്തയോ അങ്ങനെ സംഭവമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് പിടിക്കുന്ന മത്സ്യമാണ് നമ്മളെ അവിടെ കൊണ്ടുവരുന്നത്. നേരത്തെ കണ്ടില്ലേ നമ്മൾ കുറെ ഹോട്ടൽ കണ്ടില്ലേ, ആ ഹോട്ടലിൽ കൊണ്ടുവന്ന് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഫ്രൈ ചെയ്തോ കറി വെച്ച് തരുന്നത്. അത് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. അവിടെ ഈ കിടക്കുന്നൊരു ബോട്ടാട്ടോ ഈ കിടക്കുന്നത്. ഇത് മറ്റേ നാവിഗേഷൻ ഇവരുടെ ആയിരിക്കും. എന്തോ പറയുക, ഫിഷിങ് അവരുടെ ഉണ്ടല്ലേ. പക്ഷെ ഇതിന്റെ പ്രത്യേകത അറിയോ, ആ പ്രൊപ്പല്ലർ ഉണ്ടോ ബാക്കി ഇരിക്കുന്നത്, ആ പ്രൊപ്പല്ലർ കറങ്ങി അതിൽ നിന്ന് വരുന്ന ശക്തമായ കാറ്റ് കൊണ്ടാണ് ഇത് തെള്ളിപ്പോകുന്നത്. താഴെ കാണുന്ന ടാർപ്പ കണക്ക് പിടിച്ചിട്ടിട്ടുന്നുണ്ട്. ടാർപ്പ അത് ഷീറ്റല്ല, അതൊരു ബലൂണാണ്. അതങ്ങ് പെരുവും. ഞാനൊരു സിനിമയിലെ കണ്ട കാര്യം വെച്ച് പറഞ്ഞാണേ. കണ്ടോ ഈ കാണുന്നുണ്ടോ, അതൊരു ബലൂൺ പോലെ പെരുവിയിട്ട് അത് കാറ്റിന്റെ ശക്തി കൊണ്ട് മുമ്പോട്ട് തെള്ളിപ്പോവും. ഭയങ്കര സംഭവം ഇല്ലേ ഇത്. അങ്ങനെ ധനുഷ്കോടിലോട്ട് പോവുകയാണ്. ആ കടന്നൊരു ബോട്ടുണ്ടല്ലോ, ആ ബോട്ട് നല്ല രസം കേട്ടോ. ഞാൻ സിനിമയെ കണ്ടിട്ടുള്ളതാണ്. കരയിൽ കൂടെ ഓടിപ്പോകുന്നതാണോ, കരയിലും വെള്ളത്തിൽ കൂടെ ഓടിപ്പോകുന്നൊരു ബോട്ടാണത്. കാരണം അതിൻ്റെ ബോട്ടത്തിൽ ഒരു ബലൂൺ പോലുള്ള പെരുവി വരും. എന്നിട്ട് അതിനകത്ത് 2 ബാക്കിൽ 2 പ്രൊപ്പല്ലറുണ്ട്, വലിയ ഫാൻ പോലെ ഇരിക്കും, ജങ്ക് ഫാൻ പോലെ ഇരിക്കും. ആ ഫാൻ കറങ്ങി അതിൽ നിന്ന് വരുന്ന ശക്തമായ കാറ്റ് കൊണ്ടാണ് മുമ്പോട്ട് തള്ളി പോകുന്നത്. വളരെ തന്നെയാണ്. എനിക്കറിയാൻ പാടില്ല, എനിക്ക് കഥകളൊന്നും അറിയില്ല. ഇതന്നെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അന്നേരം ഈ പറഞ്ഞ രണ്ട് കടലിൽ ചേരുന്ന ഭാഗമാണ്. അന്നേരം നമുക്കത് കണ്ടാലോ, കാണിച്ചോട് പെട്ടെന്നോട്ട്. കണ്ടോ നമ്മള് റോഡ് കണ്ടോ, ഈ റോഡിന്റെ ഇരു സൈഡിൽ അപ്പുറവും ഇപ്പുറവും കടലാണ് കേട്ടോ. ഈ സൈഡും കടലാണ്, ഈ സൈഡും കടലാണ്, ഈ സൈഡും കടലാണ് കേട്ടോ. ഇത് ഇന്ത്യൻ പക്ഷെ ഇതിപ്പം ശക്തമായി തിര അടിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇതായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടൽ എപ്പോഴും സൈലന്റ് ആയിരിക്കും എന്നാ കേട്ടിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിരിക്കും ബംഗാൾ ഉൾക്കടൽ. കാരണം ഇങ്ങോട്ട് കാണിച്ചാൽ റൈറ്റ് സൈഡ് കാണിച്ചാൽ നമ്മുടെ ശാന്തമായി കിടക്കുന്നുണ്ടോ ബംഗാൾ ഉൾക്കടൽ. പക്ഷെ അത് ശാന്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഞാൻ കേട്ടത് കേട്ടോ. അപ്പൊ കണ്ടോ അവിടെ നല്ല ശക്തമായി തിര അടിക്കുന്നില്ലേ, അപ്പുറം സൈലന്റ് അല്ലേ, അതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. നോക്കി എല്ലാരും കാണാൻ വന്നിരിക്കുക. അത് നല്ല വെയില്, നമ്മൾ അങ്ങോട്ട് പോയ വണ്ടിയുടെ സ്ഥലം കാണാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു കേട്ടോ. അന്നേരം നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നടന്നു പോകാം. അങ്ങോട്ടൊക്കെ പോകുന്ന കൊള്ളാം, പല സംഭവങ്ങളും കാണാൻ കഴിയും. പക്ഷെ ഒന്ന് വേണമെന്നും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ വണ്ടി തന്നെ എല്ലാം വെച്ചിട്ട് വന്നേ. അങ്ങനെ നമ്മള് ഇന്ത്യയുടെ അങ്ങേയറ്റം ആ മുനമ്പിലോട്ട് പോവുകയല്ലേ. അതെ, ഓട്ടോ തള്ളി നല്ല റഷ്യയില് ഭയങ്കര തിരക്ക്. ഇവിടെ നല്ല തിരക്കാ. എന്നാ തിരക്കല്ലേ, നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മള് വന്നത്. ഇന്ന് സാറ്റർഡേ അല്ലേ, അതുകൊണ്ടായിരിക്കാം. അവിടെ ഒരു ഇതിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്, കുതിര.
ആ കുതിരയെ കാണിച്ചു കൊടുക്ക്. ഇതോ അതിനെ ഇങ്ങനെ നിർത്തിയേക്കുന്ന ഞങ്ങളെ അന്ന് വന്ന സമയത്തേ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് വൈകുന്നേരം സമയമായിരുന്നു. ഒരു 5 മണിയായപ്പോഴാണ് 5:30 സമയത്താണ് ഇവിടെ വന്നതേ. അതാ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങേണ്ടിയും വന്നിട്ടേ ഇവിടെ ഒന്നും ഇല്ലാന്ന് നീ കള്ളം പറഞ്ഞല്ലയോ? ദേ ഇരിക്കുന്നതൊക്കെ കണ്ടോ? ഓ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, മാലകളുണ്ട്. വാ പൈസ ഉണ്ട്. എനിക്ക് പൈസ ഇല്ലല്ലോ. വാ ദേ സത്യം പറഞ്ഞ എന്താ ഇവിടെ കൂടുതൽ ഇതൊക്കെയാ കാണുന്നത്, ഇങ്ങനെ ഫുഡിന്റെ ഇതൊക്കെ അല്ലേ, കഴിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ. പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്, മാങ്ങയുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഈ അമ്മച്ചി എന്നെ ഈ കാണിക്കുന്നത്, അമ്മച്ചി നേടിയെടുത്താണോ? ഇതാണ് ആ സൗണ്ട് കേട്ടിട്ട് പേടിയാവുന്നത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇവിടെ എല്ലാം. സാധനങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഇവിടെ. മേടിക്കണ്ടേ? മേടിക്കണം. നമ്മളങ്ങനെ ഇന്ത്യയുടെ എങ്ങേയറ്റം അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ വേണമെങ്കിൽ പോയി ഇരുന്നോ, ജസ്റ്റ് എല്ലാവരും ആൾക്കാരും വന്ന് ഇവിടെ വന്നിരിക്കും. അങ്ങനെ ചടങ്ങുണ്ട്. ആ അവിടെ പോയിരി. ഇന്ത്യയുടെ ഇങ്ങനെ അറ്റം ഇല്ലടി, അശോക ചക്രമൊക്കെ ഇരിക്കുന്നേ. കാറ്റുണ്ടോ? കാറ്റ് കൊണ്ട് ചെയ്യാ പറന്നു പോകുന്ന എന്റെ പേടി. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അതിനേക്കാൾ നല്ല റഷാണ്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ. രണ്ട് കടലിൽ തമ്മിൽ ചേരുന്ന കാണണ്ടേ? കേറിക്കോ, മണ്ടേ കയറി എന്നിട്ട് ചാട്. എനിക്ക് പേടിയാ. ഇന്ത്യയുടെ ഇങ്ങേയറ്റം മുനമ്പിൽ നിൽക്കുമോ നീല്, അവസാനം അതിന്റെ അപ്പുറത്ത് വേറെ ഇല്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ഇത്ര അല്ലേ ശക്തമായിട്ട് വെള്ളം കൊണ്ട് ഒഴുകി പോയിട്ടില്ലേ. ആ രണ്ട് കടലിൽ തമ്മിൽ ചേരുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്ന കേട്ടോ. അശോക സ്തംഭം എന്നല്ലേ അതിന് പറയുന്നത്, നമ്മളെ വന്നിരുന്നത് അങ്ങനല്ലേ? ആണ്. എന്നാലും നമ്മൾ വീഡിയോ കാണുന്നവർക്ക് പറയാം കേട്ടോ, അത് അശോക സ്തംഭമാണ് അല്ലെങ്കിൽ ഉള്ളത് എല്ലാം കാണുന്നത് കേട്ടോ. അത് അശോക സ്തംഭമാണ്. ഒരു അങ്ങനെ നമ്മളിവിടെ വന്നിരിക്കുവാണ്. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം നിലവിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തെങ്കിൽ പോയിട്ട് വന്നെങ്കിൽ പോലും എങ്ങനെ 5-ാം ദിവസം 6-ാം ദിവസം അല്ലേ അങ്ങനെയാണ് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുടെ 6-ാം ദിവസമാണ്. നല്ല ഭംഗിയില്ല, അത് കാണിച്ചു കൊടുക്കാവരെ. നമ്മൾ എത്ര അടുത്താന്ന് ഇത് ഇങ്ങോട്ട് പോലും വരുമോ തീരുമാനമായിട്ട്. ഇന്ത്യയുടെ അങ്ങ് മുനമ്പിൽ എങ്ങനെ ഏറ്റവും മുനമ്പിൽ നിൽക്കുവാണ് നമ്മള്. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു പേടിയില്ല എനിക്ക്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടുത്തെ കാഴ്ചയൊക്കെ എങ്ങനെ കൊള്ളായില്ലേ? നല്ല കാറ്റുണ്ടല്ലേ, നല്ല കാറ്റില്ലേ? ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര നല്ലൊരു കോമഡി ആയിട്ടുണ്ട്. നല്ല തിരക്കാണ്, ആൾക്കാർക്ക് ഓരോരോ ഫോട്ടോ എടുക്കുന്ന രീതി ഉണ്ടോ, കിടന്നുകൊണ്ടൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടോ. അവരെ പ്രൈവസി കയറി ഇടപെടുകയല്ല, എന്നാലും പോയാലോ? ഇവിടെ വന്നാലേ നമുക്കിവിടെ വന്നാലേ ഇതാ ഇങ്ങനെ കുറേ സംഭവം കാണാൻ കഴിയട്ടോ. ഒരുപാട് ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ കൊടുത്ത് അപ്പം തന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടും ഒരുപാട് പേര് അങ്ങനെ നിൽപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നിൽപ്പുണ്ട്. നല്ല വെയിലാണ്, പക്ഷെ നല്ല കാറ്റുണ്ട്. അങ്ങനെയുള്ള ഉച്ച ഏകദേശം 12-11 മണി ആകുന്നേ ഉള്ളൂ. പക്ഷെ ആ 11 മണി അകത്ത് തന്നെ ഇവിടെ മൊത്തം നല്ല ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഒരുപാട് സുവനീറുകൾ വിൽക്കാറുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ശംഖുകൾ കൊണ്ടുള്ള സംഭവങ്ങൾ എല്ലാം അവിടെ വിൽക്കാറുണ്ട്. ഭയങ്കര വെയിറ്റ് ആണ്. ശംഖിൻ്റെ വൻ കളക്ഷൻ കേട്ടോ. ഇത് മൊത്തം ശംഖ കേട്ടോ. ഇതൊക്കെ കടലിൽ നിന്ന് എടുക്കുന്നതായിരിക്കും മൊത്തം. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ടോ കേട്ടോ. ഇതൊക്കെ ശംഖ് കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കും അല്ലേ? ആ ശംഖ അത് ശംഖ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടുള്ള പേന. ഇതെന്ത് പറയുന്നത്? ഇത് പേനയല്ലേ ഈ കാണുന്നത്? ശംഖ് കൊണ്ട് നടത്തുന്നേ. ഞങ്ങൾക്ക് ഒടിഞ്ഞു പോകുന്നു. ഒടിച്ചാൽ പിന്നെ പൈസ കൊടുക്കേണ്ടി വരും. ക്ലിപ്പ്, ശംഖ് കൊണ്ടുള്ള ക്ലിപ്പ്. ശംഖ് കേട്ടോ. ചെറിയ ശംഖുകളാണ്, ചിപ്പികളാണ്. അവിടെ ശംഖ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് കേട്ടോ. ഫുള്ള് ശംഖാണ്. ശംഖിൻ്റെ കാരണം ഇതെല്ലാം കടലിൽ നിന്ന് എടുക്കുന്നതായിരിക്കില്ലേ? അതെന്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ഇതിങ്ങനെ വെച്ചേക്കുന്നില്ലേ? ഡിസ്പ്ലേ വെച്ചേക്കുമായിരിക്കും. അതിനാണ് പോളിഷ് ചെയ്ത് ആ ഒരു ഭംഗിയിലാക്കി എടുത്തിരിക്കുന്നത്. ഈ പണ്ട് വല്ല ചിപ്പി കിട്ടുമെന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. ആ വെട്ടം കുറേ തറയണൊക്കെ പൊട്ടി. അമ്പലങ്ങളിലൊക്കെ ഊതുന്ന ശംഖാണ് എല്ലാം കാണുന്നത് കവറിനകത്തിരിക്കുന്നത്. അങ്ങോട്ടും അങ്ങോട്ടും എല്ലാം അത് തന്നെ കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള എന്തുവാ ശംഖിന്റെ വള ഉണ്ടല്ലോ അതില്. ഇങ്ങനെ വളയാണ്. ശംഖ് കൊണ്ടുള്ള മാലകള്, ചിപ്പി കൊണ്ടുള്ള മാലകള്. ശംഖുള്ളത് ഇതെല്ലാം ശംഖുള്ളത്. ശംഖിനെ നടുക്കൊണ്ട് കീറിയെടുത്തേ ഇല്ല അമ്പലങ്ങളിൽ വെള്ളം കൊടുക്കുമല്ലേ, അതാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തറയിടല്ലേ ഇവക്കവിടെ. നിന്നെക്കൊണ്ട് ശല്യമാണ്. നീ എല്ലാം ഭയങ്കര ശല്യം. ഇവരെയും കൊണ്ട് ഞാനും തോറ്റു. രുദ്രാക്ഷം ഇരിക്കുന്നു ഒറിജിനാണോ? നോക്കേ ഈ സൈഡ് ഫുള്ള് കച്ചവടക്കാരാണ്. ഇവിടെ നേരെ അങ്ങ് അറ്റം വരെ കച്ചവടക്കാരാണ് കേട്ടോ. മൊത്തം കച്ചവടക്കാരാണ്. ഉണ്ടെങ്കിൽ ഇരിക്കണം. അത് കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റമാണ് ഈ സൈഡ് ഇരിക്കുന്നത്. അകത്തോട്ട് മറ്റേ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ്, സുവനീറുള്ള ടൈപ്പുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ശംഖ് കൊണ്ടുള്ള മുത്തുകൾ കൊണ്ടുള്ള ചിപ്പികളും കാര്യങ്ങളാണ്. ആ സൈഡിൽ കണക്കാണ് ഒരുപാട് ചിപ്പി കൊണ്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്തോട്ട് നോക്കിയാണെങ്കിൽ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ടും അല്ലേ. പൈനാപ്പിളുണ്ട്, പൈനാപ്പിൾ, മാങ്ങ, ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ. ഇതാണ് ധനുഷ്കോടിയിലെ കാഴ്ചകൾ. എത്ര? 110. പക്ഷെ ഇതിന്റെ വില എത്ര അറിയോ? ലാസയാണ് 35 രൂപയാണ് MRP പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര രൂപ തന്നത് അറിയോ? 55 രൂപ വെച്ച് 110 രൂപ 2 ഐസ്ക്രീം കഴിക്കണോ ദാസ. ഇപ്പൊ ചിന്തിക്കുന്നില്ലേ? നേരെ ധനുഷ്കോടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ വിലയെ കുറിച്ച് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ് ഈ പറയുന്നത് 35 രൂപ. അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല.
മണൽക്കാറ്റ് അടിക്കുന്നുണ്ടോ? മണൽക്കാറ്റ് കാലം മൊത്തം മണ്ണ് കയറുന്നുണ്ടോ? നല്ല തിരക്കാട്ടോ. ശബരിമലയിൽ നിന്ന് ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ തിരിച്ച് ഇപ്പൊ വണ്ടിയിലോട്ട് പോവുകയാണ് അല്ലേ. ഐസ്ക്രീം വണ്ടിയിൽ പോയി കഴിക്കാം. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തണുപ്പ് അലിഞ്ഞു മാറി. കാരണം കുറെ നടന്നു ഇപ്പോൾ ഇങ്ങോട്ട് തണുപ്പ് മാറി. വണ്ടി കുറെ ദൂരത്ത് കിടക്കും കേട്ടോ. ഞങ്ങൾ നടന്നു പോയി. ഇത്രയും ദൂരം നടന്നു. പക്ഷെ അത്രയും ദൂരത്ത് മൊത്തവും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുവാണ്. രക്ഷ യാരത്? ഇത് യാരത്? രണ്ടുപേർ സന്തോഷനാ? யாரு നടുവെക്ക് ഇവര് രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സ് താ യൂട്യൂബേഴ്സ്. 4 வாட்டி வந்திருக்காங்க. ஓகே. ഞങ്ങളും വീഡിയോ போட்டுருக்கேன். நான் கிச்சனுக்குள்ள வேலை பார்த்துக்கிட்டு இருந்தேன். டா ஃப்ரெண்டா? சரிமா. நீங்க வீடியோ போடுங்க பாப்பா. போடா. ഞങ്ങൾ ധനുഷ്കോടി വന്നപ്പോ രണ്ടുപേരെ കണ്ടു. രണ്ട് മഹാവ്യക്തികളെ നിങ്ങൾക്ക് അറിയുന്നവരെ കാണുമായിരിക്കും. ഇതാണ്ടോ അക്കാക്കട. അതിന്റെ ഫോട്ടോ ഇരിക്കുന്ന ആരാ? കവർ പേജ് ബ്രാൻഡ് അംബാസഡേഴ്സ്. രണ്ടുപേരാണ് ഇല്ലേ. നാക്കും വഴങ്ങുന്നില്ല പുല്ല് ഐസ്ക്രീം കഴിച്ച്. അപ്പൊ നമ്മള് താണ്ടെ അക്കാ കടയിലോട്ട് കേറുവാണ്. ഇവിടെ അക്ക ഇറുക്ക. നമുക്ക് ഫുഡ് കുറിച്ചും പിന്നെ മറ്റേ സന്തോഷായിട്ട് വേറെന്തോ പേര് സന്തോഷം വേറെന്തോ പേരാ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ പറഞ്ഞോണ്ട് പോകുന്ന. നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഹിന്ദി தெரியாது, இது இங்கிலீஷும் தெரியாது, ஒன்லி தமிழ். ഞാൻ കൊഞ്ചം തമിഴ് தெரியும். മറ്റേ സന്തോഷേട്ടന് തമിഴ് தெரியுமா? നല്ലോണം தெரியுமா? நல்லா பேசுறாங்க. മറ്റേ പ്രജിത്ത് ரெண்டு பேருமே நல்லா கொஞ்சம் பேசுறாங்க, நல்லா புரியுது. பேசுறாங்க வருவாங்க, 5 பேருமே நல்லா பேசுவாங்க. நல்லா பேசுவாங்க இல்லையா? ഞങ്ങളെ തമിഴ് தெரியுமா? தெரியாதம்மா. എന്നോട് തമിഴ് தெரியுமா? தெரியாது. ഞാൻ பேசுறது തമിഴ് தெரியுமான்னு ചോദിച്ചു. தெரியுமா? സന്തോഷേട്ടാ നെക്സ്റ്റ് ടൈം വരുമ്പോ சொல்லுங்க കേട്ടോ. 4 வீடியோ போட்டுருக்காமா. 4 வீடியோ. நாங்களும் இந்த வீடியோ போடுறேன். டேஸ்ட் பார்த்து போடுங்க. நீங்க டேஸ்ட் பார்த்து போடுங்கம்மா. ஓகே. மீன் பெரிய பெரிய மீன் இருக்கு. பெரிய மீன் இருக்கா? பெரிய மீன் இருக்குமா? இறால் நண்டு கனவா எல்லாமே இருக்கு. ஓ എനിക്ക് വയ്യ. வந்து ஓர அந்த இருக்குலமா. இந்த மீன் காட்டுங்க. பெரிய அவங்க மலையாளத்துல இதுக்கு பேர் என்ன சொல்வாங்க? இதமா ஆவலின்னு சொல்வாங்க. ஆவலி. அதான் ஆவலி. இத காட்டுங்க. இது கேரளால ஆவலி. கேரளா ஆவலி. இல்லங்க அவங்க எல்லா மீனுக்கு பேர் கேக்குறாங்க. உங்களுக்கு இது தெரியும்லனா? இது சுருமை, வஞ்சரம், நெய் மீன். ஓகே தெரியும். இது சேரின்னு சொல்லுவீங்கல்ல, இங்க வந்து வெள மீன். வெள மீன். வெள மீன். சேரின்னு சொல்லுவீங்கல்ல. இந்த இருக்குங்க இது கொடுவா. ஓ தெரியும். ஒவ்வொரு மீனுக்கு ஒவ்வொரு பேரு. வேற என்ன கிடக்கு? போதும் മറ്റേ കൊഞ്ചാ അങ്ങേറ്റം കൊഞ്ച്. இது கிளி மீன் பெருசு நேத்தலாம் இருந்துச்சு, முடிஞ்சிச்சு. 2 கிலோ 3 கிலோ சைஸ் இருந்துச்சு. இது பாள மீன். மத்தியோ? பாள மீன் மத்தி இல்ல, பாள மீன். ஏக்க அவங்க என்ன மீனுக்கா சொல்வாங்க இத? இது அது தெரியாது മലയാളത്തിൽ. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മീൻ എന്ത് അതിന്റെ പേരെന്താ അറിയെങ്കിൽ പറയൂ കേട്ടോ. ശരി. വറ്റ. ஒவ்வொரு மீனுக்கு ஒரு பேர். ஓகே போதும். ஓகே தேங்க்ஸ். கொஞ்சி இருக்கு, கூந்தல் மட்டும் இல்ல. கொஞ்சி கிராப் இருக்கு. ക്രാഫർ. ഓക്കെ. നിഷ ഇതിൽ മനസ്സിലായോ? കൊറേ മീനെ കണ്ടു. നമ്മുടെ നാട്ടിലെ പേരും ഇവിടുത്തെ പേരും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അക്ക നല്ല ரொம்ப பிஸியா இருக்கு. 2 ஊனா மாட்டு. மீன் பாக்குறீங்களா? வேணாமா? செம்மீன் போடவா? நோ செம்மீன் வேண்டாம். அங்கே வேற மீன். அது என்ன இது? சாப்பாட்டோட வரும் உங்களுக்கு 120 ரைஸ். 120 ரைஸ். ஓ என்ன ரேட்? 120 ரைஸ். ஓ
வறுவல் மீனோட 120 ரைஸ் அப்புறம் எக்ஸ்ட்ரா வாங்குற பீஸ் எக்ஸ்ட்ரா இது ஓகே 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 அதுல கூட எக்ஸ்ட்ரா வாங்குனா ஒரு மீன் 50 ஓ உங்க பேர் என்ன என் பேர் சண்முகவல்லி சண்முகவல்லி ஓகே அங்க இருக்கேன் சரிம்மா உட்காருங்க ஓகே இதல்ல அதுல உள்ள பீஸ் இது ரைஸ்க்கு ஒண்ணு வந்துரும் இது சங்கரா நீங்க சாப்பிடுவீங்களா ஐல ஓ இங்க வந்து குமுலான்னு சொல்லுவோம் குமுலா இது கொடுவா சங்கரா சங்கரானா நகர ரோஸ் கலர்ல இருக்கு பிங்க் கலர் എന്താ മീനില്ലയാ ഓക്കെ 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 അതാണ് ഇവിടെ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കും കേട്ടോ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്ത് തരും വലിയ മീൻ വേണമെങ്കിൽ ആ കാണുന്ന ഫ്രീസറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം അമ്മ അക്ക അതിപ്പോ തന്നെ കട്ട് பண்ணி ഫ്രഷ് എല്ലാം സെറ്റ് ആക്കി തരുവാங்களா எப்பவுமே டூரிஸ்ட் வந்தாங்கன்னா ரெண்டு மீன் ஆர்டர் பண்ணுவாங்க பெரிய மீன்ல ஒரு மீனை ஃப்ரை பண்ணி கொடுத்துருவோம் ஒரு மீனை கறி வச்சு அவங்க வச்சு சாப்பிட்டு ஓகே 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 அவங்க அப்பவே ஆர்டர் பண்ணா தான் ஃப்ரெஷ்ஷா போட்டு கொடுப்போம் ஓகே ஓகே സാപ്പിടാം സമയം എത്രയാണെന്ന് അറിയോ സമയം 12 മണി എന്നാൽ ഇവര് രണ്ടുപേരും എങ്ങനെ ഇവിടെ കയറി പറ്റിയെന്ന് എനിക്കറിയാൻ വയ്യ ഇവരെങ്ങനെ കയറി പറ്റി ഇവിടെ ഓക്കെ രണ്ടുപേരോടെ നിൽക്കുന്നത് ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോ രണ്ടാൾക്കാര് പക്ഷെ ഓൾറെഡി നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ധനുഷ്കോടിയിൽ അവരിങ്ങനെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫുഡ് കഴിക്കാം അന്നേരം ധനുഷ്കോടി വന്ന നമ്മൾ ഒരുപാട് കടകൾ കാണാൻ കഴിയും കടൽ മത്സ്യങ്ങൾ ഇങ്ങനെ പിടിച്ച് ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും കേട്ടോ അന്നേരം ഞങ്ങളങ്ങനെ കഴിക്കാൻ ഒരിടത്ത് വന്നിരിക്കുകയാണ് നമ്മളെ പ്രജിത്തേട്ടനെയും സന്തോഷേട്ടനും ഇരിക്കുന്നുണ്ടല്ലോ ഫ്ലെക്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ വന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കേട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫ്ലെക്സ് ചെയ്തിരുത്തും കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഊണ് പറഞ്ഞിരിക്കുന്നത് 120 രൂപയാണ് ഒരു ഊണിൻ്റെ വില റൈസ് ചോറ് കാണും അതിനകത്ത് വറുത്ത ഒരു മീൻ കാണും പിന്നെ കുളമ്പ് കറിയില്ലേ മീൻ കറിയായിരിക്കും അതും കാണും കേട്ടോ അന്നേരം ഇലയിട്ട് പൂണ് തരും ഇലയിട്ടു താങ്ക് യു രണ്ടുപേർക്കും ഇലയൊക്കെ ഇട്ടു ഇനി പിന്നൊരു പൊട്ടി അതെ എന്നാ പേര് അപ്പളാ അപ്പള നമ്മള് പപ്പടത്തിന് വെജ് ഓ പോതും 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 இந்த നാട്ടി അപ്പളം അപ്പള കിട്ടി കണ്ടേ സാലഡ് കൊണ്ടുണ്ട് കേട്ടോ ഓക്കെ അന്നേരം നമുക്ക് വന്ന് ചോറ് വന്നു ആദ്യം പിന്നെ കുളമ്പ് മീൻ കുളമ്പില്ലേ അല്ല ആദ്യം നമുക്ക് ഈ കറിയാ വന്നേ ആദ്യം അത് കഴിഞ്ഞിട്ട് ചോറ് വന്നു പിന്നെ മീനിന്റെ കുളമ്പ് വന്നു പിന്നെ മീൻ പൊരിച്ചത് പപ്പടം സലാഡ് അവിടെ 120 രൂപ അല്ലേ 120 കഴിച്ചാലോ ഞാനുണ്ടെന്ന് പറ കേട്ടോ നല്ല ചൂട് കേട്ടോ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആണോ നമ്മുടെ നാട്ടിലെ ഫുഡ് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റാ ഈ നമ്മൾ മീൻകറി വെക്കുന്ന സ്റ്റൈലേ അല്ല അല്ലേ വേറൊരു സ്റ്റൈല് ഭയങ്കര ചൂടാട്ടാ നല്ല ചൂടാ ഞാൻ കഴിക്കാൻ പോവുകയാണ് നമ്മൾ ചോറുണ്ട് കറിയുണ്ട് നമ്മൾ അവർ കുളമ്പെന്ന് പറയും നമ്മൾ എന്ത് പറയും മീൻ കറി എന്ന് പറയും ഒരു മീനുണ്ട് പിന്നെ വറുത്ത മീനുണ്ട് പിന്നെ അതിനോട് സൈഡായിട്ട് ഉള്ളി സവാള അരിഞ്ഞത് പിന്നെ ഒരു തോരനുണ്ട് ഒരു പപ്പടം തന്നു പപ്പടം എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ കഴിക്കുന്നവർക്കാണ് പപ്പടം കൊടുക്കുന്നത് സ്പെഷ്യലാണ് കേട്ടോ തുടങ്ങിയാലോ ഓക്കെ മീൻ കഴിക്കാൻ പോവാം മീൻ കൊള്ളാം സാധനമാണ് കാരണം ഇവിടുത്തെ കടലിൽ നിന്ന് പിടിക്കുന്ന സാധനമാണ് മീനാണ് ധനുഷ്കോടി വന്ന ആദ്യത്തെ ആഹാരം കഴിക്കാൻ പോവുകയാണ് അല്ലേ
നമ്മൾ ധനുഷ്കോടിയിൽ വന്നിട്ട് അതിന്റെ എൻഡിങ് പോയിന്റിലൊക്കെ പോയി അല്ലേ. എന്റെ പുറകിൽ ഈ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അന്ന് ഈ അമൽചേട്ടൻ പറഞ്ഞില്ലായിരുന്നു ഒരു ചുഴലിക്കാറ്റ് അടിച്ചു ഫുള്ള് നശിച്ചു പോയെന്നൊക്കെ, അതിന്റെ ഒരു അവശേഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതിനെ അതെ, അതിനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ഇത് എനിക്ക് അത്രയും കല്ലിലൊക്കെ പണിതിട്ടാണെന്ന് തോന്നുന്നു. അത്രയും ചുഴലിക്കാറ്റ് വന്നിട്ട് പോലെ അത് പോവാതിരിക്കുന്നത് അല്ലേ. കണ്ടു നോക്കാം. ഞാൻ 2-3 വർഷം മുമ്പ് വരാൻ നേരത്തെ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 3 വർഷത്തിന് മുകളിലായി കേട്ടോ. അന്ന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതും കൂടുതലും അകത്ത് മണ്ണ് കയറി കൂനം വരെ കിടന്നായിരുന്നു. പക്ഷെ ഇപ്പം മണ്ണൊക്കെ എടുത്ത് മാറ്റി ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ടേ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നതുകൊണ്ടായിരിക്കും അല്ലേ. ഇവിടെ ഒരുപാട് കടലുകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം. കൂടുതലും ഈ പറയുന്ന കടലിൽ നിന്ന് കിട്ടുന്ന കവളപ്പുറ്റ് അല്ലെങ്കിൽ ശംഖ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ചിപ്പിളൊക്കെയാണ് കൂടുതലൂടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള മാലകളും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ തന്നെ അകത്ത് കയറായിരുന്നു. ഇപ്പം പറ്റത്തില്ല. നേരത്തെ എൻ്റെ അകത്ത് കയറി നമുക്ക് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളൊക്കെ ഇരിക്കുമായിരുന്നു ഇതിനകത്ത് കയറി. അന്നത്തെക്കാട്ടി കൂടുതൽ നശിച്ചു കേട്ടോ ഇവിടെ. അന്ന് കുറച്ചും കൂടെ ഇതിലെവിടെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കിത് പിന്നെയും കാലത്തിനനുസരിച്ച് ഇടിഞ്ഞ് വീണോണ്ടിരിക്കും കേട്ടോ. ഈ കാണുന്നുണ്ടോ, ഇത് നിലവിൽ സിമെന്റോ കാര്യങ്ങളൊന്നും അല്ല, കടൽപ്പുറ്റോ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. ശ്രദ്ധിച്ചു നോക്കേ കണ്ടോ, കടൽപ്പുറ്റൊക്കെ ഉപയോഗിച്ചാണ് ഇത് കെട്ടിയിരിക്കുന്നത്. കടൽപ്പുറ്റും എനിക്ക് സേഫ് അല്ല. ഇവിടെ ഒക്കെ വന്ന് ഇടിഞ്ഞു വീണാൽ ദേഹത്ത് കിട്ടുന്നത് സേഫ് അല്ലല്ലേ. കടൽപ്പുറ്റ് ചിലപ്പോൾ സുറുക്കിയോ അങ്ങനെ മിശ്രിതമൊക്കെ ഉപയോഗിച്ചായിരിക്കും ഇതിനെ ഭിത്തിയൊക്കെ കെട്ടിയിരിക്കുന്നത്. കടൽപ്പുറ്റാണ് മനസ്സിലായി കണ്ടത്, പുറ്റു വിളിക്കുന്നുണ്ടല്ലേ. അന്ന് ഇതിനകത്ത് കയറായിരുന്നു. ശരി, ആ അൽത്താരയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. അൽത്താര അതിന് പേര് അറിയില്ലേ. അൽത്താരെന്നാണ് കേട്ടോ. അതും അതൊക്കെ നശിച്ച് കിടക്കണം. എൻ്റെ പള്ളിയുടെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് വന്നില്ലേ? കണ്ട എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവം എന്താണ്? ആ രാത്രി എന്തായിരിക്കും സംഭവിച്ചിരിക്കാം? നീണ്ടു നിന്ന് 1-2 ആഴ്ച നീണ്ടു നിന്ന് ആ കൊടുങ്കാറ്റടി എത്ര ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്തില്ലായിരുന്നു. ഇവിടെ ഫുള്ള് ഒരു ബീച്ച് സൈഡ് വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അതേ വൈബ്. നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കടകളാണ് കേട്ടോ. അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊന്നും കാണാൻ, എല്ലാ കടകളിലും ഒരേ സാധനങ്ങൾ തന്നെ. അതായത് ഈ ശംഖ്, മാല, അത് അങ്ങനത്തെ ഉള്ള അല്ലേ, എല്ലാം ഈ കടലിലെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഐറ്റംസാണ് ഫുള്ളായിട്ടുള്ളത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഈ ശരിക്കും ഫോട്ടോ വെച്ചൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു വൈബില്ലേ, ആ ഒരു ഫീല് നല്ല രസമുണ്ട്. ഈ ശംഖൊക്കെ മേടിച്ച് ചില ആൾക്കാർ ഊതുന്ന ഒരു സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. ഈ ശംഖ് ഊതാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അണ്ടേ അമൽ ചേട്ടന് അങ്ങനത്തെ മാലയൊക്കെയാണോ പറഞ്ഞത്? ഇതൊക്കെ ഒറിജിനൽ രുദ്രാക്ഷമാണോ? ഇത് ഒറിജിനൽ രുദ്രാക്ഷമാണെന്നാ പറയുന്നത്. പക്ഷേ അറിയാൻ വയ്യ ഇത് ഒറിജിനൽ ആണോ എന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ, ഇല്ലേ? കളാവോ? இதோட மரம் என் ஃப்ரெண்டு வீடு நிற்கிறேன். இருக்கா இருக்கா எங்க? மதி மதி வா வா வா. இந்த மரம் ഓ അത് ഒറിജിനൽ അല്ല. എന്തോ ജി ഞാൻ വെറുതെ അമ്മച്ചിയോടൊന്ന് പറഞ്ഞു ഇതിന്റെ മരം എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലുണ്ടെന്ന്. ആ അമ്മച്ചി ഇത് ധനുഷ്കോടിയിലുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തി കേട്ടോ. അവിടെ ആൾക്കാർ മീൻ പിടിച്ചിട്ട് വന്ന് കരയിൽ ആ വലയിട്ട് നിവർത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കഴിഞ്ഞാൽ ഇല്ല കാണുന്ന കേട്ടോ. അത് കണ്ടോ നീ? ശരിക്കും പറഞ്ഞ സങ്കടം വരുന്നു. അന്ന് എന്തോ ഒരു ബിൽഡിംഗ് ആയിരുന്നു അതൊക്കെ കാണുന്നതേ. ബിൽഡിങ്ങോ വീടോ ഒക്കെ ആവാം. എന്നാ വെയിലാ നോക്കി, അവിടെ എല്ലാം നശിച്ചില്ലേ. അപ്പൊ ഇവിടൊക്കെ ചുഴലിക്കാറ്റ് അടിച്ചതല്ലേ? ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയി. അങ്ങോട്ടല്ല അതിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങോട്ട് കാണാൻ കഴിയും കേട്ടോ. ഒരുപാട് ദൂരം ആ ഭാഗം കണ്ടോ. അതിൻ്റെയൊക്കെ ഓരോരോ ഭാഗങ്ങളാണ് കാണുന്നതൊക്കെ. പക്ഷെ ബെഡാ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അത്രയും ദൂരം നടക്കേണ്ടി വരും. അതുപോലെ ഇങ്ങോട്ടൊക്കെ കണ്ടോ ആ ഭാഗത്തും ഉണ്ട് ഒരുപാട് നമുക്ക് അവൻ്റെ അവശിഷ്ടങ്ങളില്ലേ. ഇവിടെ നോക്കി എവിടെയും കാണാൻ കഴിയും. ഇങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ, ഒരുപാട്. പക്ഷെ അങ്ങ് അറ്റത്തോട്ട് വീടോ എന്തൊക്കെയായിരുന്നു കേട്ടോ. അത് ഒരുപാട് ദൂരം വ്യാപിച്ചിടക്കുന്ന സംഭവമാണ് കേട്ടോ. പക്ഷെ അതെല്ലാം നശിച്ചിടക്കുകയാണ്. അല്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു വർഷമല്ലേ, 50 വർഷമല്ലേ, അതിമേളായി.
അതാണ് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ അവിടെയും കാണാൻ കഴിയണം. അവിടെ കുറേ മനുഷ്യരിക്കുന്നുണ്ട്. അതിനൊക്കെ അതിനകത്ത് ഒരുപാട് ദൂരോട്ട് നോക്കിയാൽ അവിടെ ഒരുപാട് ബിൽഡിങ്സ് ബാക്കിയൊക്കെ കാണാൻ കഴിയും. പിന്നെ അതോ എല്ലാം കാണുന്നുണ്ടോ? അതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? അന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ചുഴലിക്കാറ്റിലെല്ലാം നശിച്ചു പോയി കേട്ടോ. നേരത്തെ ഞാൻ അന്നൊക്കെ വന്നപ്പോഴേ ഇവിടെയും കുറെ കെട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്തോട്ട് കയറാൻ പാടുവിട്ടാണ് കയറിക്കൊണ്ടിരുന്നതേ. അതെല്ലാം ഇടിഞ്ഞു വീണു കേട്ടോ. ഇടിഞ്ഞു വീണു. അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ കെട്ടിയത്. ഇത് സേഫ് അല്ല. ഇത് എപ്പോഴാണ് വീഴാം എന്ന രീതിയിൽ അതിരിക്കുന്നതേ. റെയിൽവേ സ്റ്റേഷനില്ലേ? ധനുഷ്കോടിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? പക്ഷെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ അതെ, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? അതെ അതെ. എന്നാ വലുതാ. പക്ഷെ എല്ലാം നശിച്ചു പോയി. ഒരുപാട് പേര് അതും കാണാനായിട്ട് വരുന്നുണ്ട്. അന്ന് ഒരു കഥ ഉണ്ടായിരുന്നു. ഈ ചുഴലിക്കാറ്റുണ്ടാകുന്ന സമയത്തേ ഒരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. നിറയെ ആൾക്കാരുമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതിന് സിഗ്നൽ കൊടുത്തായിരുന്നു, വരാനുള്ള സിഗ്നൽ കൊടുത്തായിരുന്നു. പക്ഷേ രണ്ടാമത് സിഗ്നൽ വരണ്ട എന്നുള്ള സിഗ്നൽ കൊടുത്തിട്ട് ട്രെയിൻ സിഗ്നൽ കിട്ടാതെ ഇനി പോരുകയും ഇനി വന്ന് കയറിയതിനു ശേഷമാണ് ഈ ഭയങ്കരമായിട്ട് പ്രളയവും കാര്യങ്ങളെല്ലാം ഉണ്ടായി. കൊടുങ്കാറ്റ് അതിൻ്റെ കൂടെ ഉണ്ടായതാണ്. അങ്ങനെ ആൾക്കാർ കുറേ മരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് മരിക്കപ്പെട്ടു കേട്ടോ. മരിച്ചു പോയായിരുന്നു. പിന്നെ ആടെ ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ. ഞങ്ങത്തൊരു കിണറുണ്ട്. ആ കിണറ്റിനകത്തൊരു പാറയുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ആണ്ട് അന്ന് സേതുര ആ ഒരു അതിന്റെ ഒരു ചിത്രമൊക്കെ കൂടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട ചിത്രം കണ്ടോ. ജയ ശ്രീരാമ എന്ന് പറഞ്ഞ് എഴുതി കല്ലിനകത്തിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ താന്നു പോകില്ല എന്നായിരുന്നു അതിന്റെ രീതി. അമ്പലമാണ് ഇതിനകത്തുണ്ട് സംഭവം. ഓക്കെ, അതിന്റെ പാളമൊക്കെ കൂടെ കാണുമോ? ഉണ്ട്. ട്രെയിൻ പാളത്തിന്റെ കിടക്കുന്നു. ഇപ്പൊ കണ്ടോ? ഇതാണ് റെയിൽവേ പ്ലാറ്റ്ഫോം. ഇതായിരിക്കല്ലേ? ഈ ഭാഗത്തായിരിക്കല്ലേ സ്റ്റേഷനാണോ? റെയിൽവേ സ്റ്റേഷന്റെ ട്രെയിൻ വരുന്ന പാളം ഇതായിരിക്കണം. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, നശിച്ചു പോയില്ലേ? നശിച്ചു പോയി കേട്ടോ. അങ്ങോട്ട് കിടക്കുമായിരിക്കും. അതിന്റെ ഭാഗത്തോട് അവിടെയും ഉണ്ട് കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഫുള്ള് പാറയിൽ കെട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയൊക്കെ പോവാ. ശരിയാ. പണ്ട് ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ രീതിയെല്ലാം പാറ കൊണ്ടുള്ള നിർമ്മാണമല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നത്. ഫുള്ള് പാറ കേട്ടോ. അതെല്ലാം പാറയാണ്. പാറയും സിമെന്റൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കുവാണ് കാണുന്നതൊക്കെ. അതിൻ്റെ ക്രോസ് പോയ പീസൊക്കെ എല്ലാം ഇളവി തുരുമ്പടിച്ച് താഴെ കിടക്കുക. ഇവിടെ വന്നപ്പോ ഒരു മയിലിനെയും കണ്ടു. അതെ, അതാ കുട്ടി പറഞ്ഞത്. അവര് ഛത്തീസ്ഗഡിലുള്ള അതിനെ എടുത്തിരുന്നോ? ഒരു കുഞ്ഞ് വന്നിട്ടേ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് എന്തോ ചോദിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവര് അവരുടെ ഭാഷയല്ല സംസാരിച്ചേ. അതിനെ ഇങ്ങനെ പീക്കോക്കിനെ കാണണമെന്ന് ചോദിച്ച് ഞങ്ങൾ ഇവിടെ വരെ വന്നു. അപ്പൊ അതടയ്ക്കുന്നു. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കുറേ കാണാൻ ആഗ്രഹിച്ചൊരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പിക്ചർ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അടിപൊളി ഒരു വാക്കാണ്. യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ മാറ്റാൻ പറ്റത്തില്ല, നമ്മുടെ ഹാബിറ്റ്സ് മാറ്റിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്യൂച്ചർ തന്നെ ചേഞ്ച് ആയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി ഒരു തോട്ടാണ്. വന്നപ്പോൾ തന്നെ കണ്ട് നമ്മളിവിടെ നമ്മുടെ വണ്ടി ഇവിടെ സാറിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മേളിലോട്ട് കയറാം. ഇവിടെ അകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. സാറിൻ്റെ പഴയ വീടും പുതിയ വീടും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ 1910 വീടാണത്. അത് ചേഞ്ചസ് വരുത്തി 2012 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് അത് കയറാം.
പോട്ടെ. അന്നേരം നമ്മൾ ധനുഷ്കോടി നേരെ ഇവിടെ വന്നതല്ലേ. അകത്തോട്ട് ക്യാമറ പറ്റുമോ എനിക്കറിയാൻ വയ്യ. എന്തായാലും ജസ്റ്റ് കയറി നോക്കാം. പറ്റുവാണെങ്കിൽ കാണിക്കാൻ, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. കുറെ ആൾക്കാർ വന്നു കേട്ടോ ഇവിടെ. അയ്യോ നല്ല തിരക്ക്. ഞാൻ അതിനകത്ത് കയറി കാഴ്ചകളെല്ലാം കണ്ടു. പക്ഷെ നിങ്ങളെ കാണിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം അതിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും അലോ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അതിനകത്തു നിന്നൊരു കുട്ടി ഒരു ഇത് വാങ്ങി, കീ ചെയിൻ. എൻഡ് ഈസ് നോട്ട് ദ എൻഡ്, ഈസ് ഫാക്ട്. END മീൻസ് എഫേർട്ട് നെവർ ഡൈസ്. അതായത് എൻഡിൻ്റെ ഫുൾ ഫോം ആയിട്ട് സാറ് പറഞ്ഞൊരു തോട്ടാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ തോട്ട്സ് ഇതുപോലെ എഴുതിയിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടായിരുന്നോ? ഇത് നിങ്ങൾ കാണിച്ചു കൊടുത്തായിരുന്നോ? അന്ന് കാണിച്ചു കൊടുത്തേ. ഞങ്ങൾ ഇത് കണ്ടിട്ടാണ് അകത്തോട്ട് പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡാണത്. ഭയങ്കര എനിക്ക് അകത്ത് കയറിയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടും സാധിച്ചു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്, അതായത് പത്മഭൂഷൺ, പത്മവിഭൂഷൺ അല്ലേ, ഭാരതരത്ന, കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ അർഹതയില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടണ്ട എന്ന് തോന്നിയ ഒരാൾക്കാർ പലരും ഉണ്ട്. പക്ഷേ APJ അബ്ദുൽ കലാമിന്റെ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്, നമുക്ക് എന്തൊക്കെയോ നേടണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നമാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. അതെ അതെ. അപ്പം ഫൈനലി നമ്മൾ ഇനിയും ഇവിടുന്ന് പോവാണ് അല്ലേ. ഇനി ശിവഗംഗ. ഇനി നമ്മൾ രാമനാഥപുരം കഴിഞ്ഞു. ഇനി നമ്മൾ ശിവഗംഗയിലോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ 5ാമത്തെ സ്പോട്ടാണ് കേട്ടോ. 5ാമത്തെ സ്പോട്ട് എന്ന് പറയുമ്പം ശിവഗംഗയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓടി നിൽക്കാം അല്ലേ. കുറച്ച് ഓടി നിന്നിട്ട് ഏതെങ്കിലും ഒരു പമ്പ് കാണുക, ഉറങ്ങുക, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ശിവഗംഗയിലേക്ക് പോവുക. അവിടെ കുറേ സ്പോട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമനാഥപുരത്ത് നമ്മൾ പോയിന്റ് ചെയ്തിരുന്നത് 3 സ്പോട്ടായിരുന്നു. ഒന്ന് രാമേശ്വരൻ ടെമ്പിള്, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്, ഒന്ന് ധനുഷ്കോടി. രാമേശ്വരൻ ടെമ്പിളിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നോട്ട് അലോട്ട്. പിന്നെ ഇവിടുന്ന് പോകുമ്പോഴും ഇനി കലാം സാറിന്റെ ഒരു മ്യൂസിയം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. നോക്കട്ടെ, സമയം കിട്ടിയാൽ നമുക്ക് അതിനകത്ത് കയറാം അല്ലേ. അതിനൊന്നും പറ്റത്തില്ല, നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല എങ്കിലും ഞങ്ങൾ കയറി കാണട്ടെ അല്ലേ. അന്നേരം എല്ലാവരും വരിക. ധനുഷ്കോടി ഒരു 2-3 ദിവസം ഉണ്ടെങ്കിൽ വന്ന് പോകാൻ പറ്റിയ സംഭവമാണ് ധനുഷ്കോടി. അതെ, വന്ന് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാം. അതെ അതെ.